ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു പോപ്പുലാരിറ്റിയേക്കാൾ കൂടുതൽ ഷാനവാസുക്കാരുടെ ഷോ ആണ് പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിക്ഷൻ നോമിനേഷന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിലുടനീളം ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടിയിരിക്കുന്നത് ഷാനൂക്കാണ്. ഷാനൂക്കാടെ മീശപിരി, ചിരി, നെഞ്ച് അങ്ങോട്ട് വിരിച്ചുള്ള ഇരുത്തം, ഇതെല്ലാം തന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. അതിനകത്തുള്ള എല്ലാവരും പറയുന്നുണ്ട് ഇമാതിരിയുള്ള ചേഷ്ടകളൊന്ന് അവസാനിപ്പിക്കൂ, ഇത് സീരിയലിലെ അഭിനയമല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്ദ്രൻ സീത അല്ലേ, അങ്ങനെ എന്തോ ഒരു സീരിയലിനകത്ത് ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ, ഇന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോംബോ. എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറാണ് ഇപ്പോഴും. പഴയ രുദ്രനൊക്കെ പോയി, രുദ്രന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഡിഫറെന്റ് ആയിരുന്നല്ലോ. പക്ഷെ ഇതിലെ ഇന്ദ്രന്റെ ഒരു മുണ്ടൊക്കെ ഉടുത്ത് ആ ഒരു ലുങ്കിയൊക്കെ വെച്ചിട്ട് എന്തോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും ആ ഇന്ദ്രന്റെ ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ ഏതൊക്കെയോ സീരിയലിനകത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോഴും ആ ഇന്ദ്രന്റെ തലയിൽ വെച്ചുകൊണ്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷാനവാസിന് നോമിനേഷൻ കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ചങ്കായിട്ടുള്ള അനീഷിന്റെ കയ്യിൽ നിന്നാണ് ശരിക്കും പറയുന്നുണ്ട്. അതായത് അനീഷ് പറയുന്നുണ്ട് ഈ പറയുന്ന മീശ പിരിച്ച് അഭിനയിച്ച് നടക്കുന്ന കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഓവർ ഷോയാണ് നിങ്ങളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ ഷാനവാസും ബിന്നിയും തമ്മിലാണ്. അന്നത്തെ ആ ഒരു ജയിൽ വിഷയം അവർ ഭയങ്കരമായിട്ടും സോൾവ് ചെയ്തിട്ടില്ല, ഭയങ്കരമായിട്ടും അത് ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മെഡിസിൻ കാർഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ തനിക്ക് വയ്യ എന്നിട്ട് പോലും ഡോക്ടർ ബിന്നി ഇത് ചെയ്തു, അപ്പം ബിന്നിക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ടൊരു സംസാരം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഞാൻ ഇപ്പോഴും മാറ്റുന്നില്ല. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ബിന്നിയുടെ ഭാഗത്താണ് ഞാൻ ന്യായം കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാകും. പക്ഷേ ബിന്നി ക്യാപ്റ്റനായ ആ ഒരു സമയം തൊട്ടേ അനീഷും അതിനകത്ത് ഒട്ടും കുറവല്ല. അനീഷും ഷാനവാസും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതൊരു ഈ സ്ത്രീകളുടെ കാർഡ്, വുമൺ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മനഃപൂർവ്വമായിട്ട് ബിന്നിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബിന്നി അത്രയും കേപ്പബിൾ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പലപ്പോഴും ഷാനവാസ് ഫണ്ണാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ബിന്നി ക്യാപ്റ്റൻ ആകുന്നതിന് തൊട്ട് മുമ്പ് ബിന്നി കിച്ചൺ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ഒരാഴ്ച ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ബിന്നി ക്യാപ്റ്റൻ ആവുന്നത്. അന്നും അനീഷും ബിന്നിയും തമ്മിൽ പൊരിഞ്ഞ അടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഷാനവാസിനും അനീഷിനും നല്ലൊരു ദേഷ്യം ബിന്നിയോടുണ്ട്. അതിന്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജസ് കംപ്ലീറ്റ്ലി ബിന്നിയോട് ഇവർ രണ്ടുപേരും കാണിച്ചിട്ടുണ്ട്. ബിന്നിക്കും അതേ അളവിൽ തന്നെ ഇവരോട് ആ ദേഷ്യവും ഉണ്ട്. അതുകൊണ്ട് ബിന്നി ഒട്ടും മോശമല്ല, പക്ഷെ എങ്കിലും ബിന്നി നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നു. ഇവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാതെ മിണ്ടാതെ മാറിയിരിക്കുന്നതാണ് സത്യത്തിൽ തെറ്റെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത്ര വാൺ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ലാലേട്ടൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറച്ചധികം ക്ഷമിക്കണം, നിങ്ങൾ കൺട്രോൾ ചെയ്യണം, നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യണ്ടേ എന്നൊക്കെ. പക്ഷെ ദേഷ്യം കൺട്രോൾ ചെയ്ത് എല്ലാവരും അടങ്ങി ഒതുങ്ങി നിങ്ങൾ ആരും അഗ്രസീവ് ആകരുത്, ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആ ഒരു റീച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഒത്തൊരുമയുള്ളൊരു വീടായിട്ട് കാണാനല്ല ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആകുന്നു, വൈകിട്ടാകുന്നു, ഉച്ചയാകുന്നു. നമ്മുടെ വീട് പോലെ തന്നെ നമുക്കും പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളിലോട്ടൊന്നും നമ്മൾ പോകാറില്ലല്ലോ അല്ലേ. അയ്യോ മാറിയത് കരയാം. അപ്പോൾ ഏതായാലും ശരി, പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ബിന്നിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഷാനവാസിന് കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആ ഒരു എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് ഈ ഒരു നോമിനേഷന്റെ ടൈമിലാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അത് ഷാനവാസ് ഭയങ്കരമായിട്ടും എക്സ്പോസ് ചെയ്ത് തൻ്റെ അവസ്ഥ ഇതായിരുന്നു, താൻ ഇങ്ങനെയായിരുന്നു. അനീഷും ഈ വിഷയത്തിൽ ബിന്നിനെ നോമിനേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടും പോപ്പുലർ ചെയ്തു. അതായത് ഷാനവാസിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടറായിട്ട് കൂടിയും ബിന്നി അങ്ങനെ കൺസിഡർ ചെയ്തില്ല എന്ന ലെവലിൽ ഷാനവാസ് അത് പറഞ്ഞ് ഫലിപ്പിച്ചു. എല്ലാവരുടെ ഉള്ളിലും അയ്യോ പാവം ഷാനവാസ്, മൂത്രമൊന്നും പിടിച്ചു വെക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല, ഷാനവാസിനോട് അങ്ങനെ കാണിക്കരുതായിരുന്നു. അപ്പോൾ ബിന്നി അവിടെ ഒരു വലിയ തെറ്റുകാരിയായി. ഓഫ് കോഴ്സ് ബിന്നി ഒരു ഡോക്ടറാണ്, പക്ഷേ ബിന്നി ഷാനവാസിന്റെ ഫാമിലി ഡോക്ടറല്ല, ഷാനവാസിനെ മുമ്പ് ചികിത്സിച്ചിട്ടുള്ള ഒരു ഡോക്ടറും അല്ല. പിന്നെ ഇവർ കഴിക്കുന്ന മെഡിസിൻസ് ഇപ്പം ഇന്ന മെഡിസിൻ ആണ്, പക്ഷെ ആ മെഡിസിന്റെ പേരിൽ ഇന്ന മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ച് അതിനെ കൊണ്ടുവന്നിട്ട് ഡോക്ടറായ ബിന്നിക്ക് ഇതൊന്നും അറിയത്തില്ലേ, നീ പിന്നെ എവിടുന്നാ ഡോക്ടറേറ്റ് എടുത്തത്, ഡോക്ടറേറ്റ് അല്ലല്ലോ ഡോക്ടറായത് നീ എവിടുന്നാ, അപ്പൊ ചൈനയിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറാണ്, ഇമാതിരിയുള്ള ഒരു ടോക്കാണ് ഇത്. ഇതിനു മുമ്പും ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ബിന്നിക്ക് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പൊ ഷാനവാസ് അതിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ബിന്നി ശരിക്കും പറഞ്ഞാൽ ട്രിഗറായി. കാരണം വെച്ചാൽ ബിന്നിയുടെ ഒരു പ്രൊഫഷനെ കൂടിയാണ് ഷാനവാസ് ഇട്ട് കളിയാക്കുന്നത്. അപ്പൊ ബിന്നി തിരിച്ചും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾ പറയേണ്ടത് അവിടെ പറയണമായിരുന്നു, നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല.
പിന്നീട് അത് പറയുന്നതിന് പകരം ഷാനവാസ് വീണ്ടും ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. സോ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ അതിപ്പം ഷാനവാസിന്റെ അടുത്ത് ബിന്നി ഇപ്പം നീ നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് പറ എന്ന് തമാശ രൂപേണ പറഞ്ഞു തുടങ്ങിയ കാര്യം അത് തമാശയായിട്ട് അനീഷും ഷാനവാസും കണ്ടിരുന്നുവെങ്കിൽ അവിടെ സോൾവ് ആയന്. പിന്നെ ഒരു കാര്യം വാശി പിടിക്കാൻ പറ്റത്തില്ല, നിങ്ങളത് എന്താ നല്ല ക്യാപ്റ്റൻ ആണെന്ന് പറ എന്ന് പറയുന്ന ഉടനെ കയറി ഷാനവാസും അനീഷും പറയാനും പോകുന്നില്ല. അപ്പൊ പറയത്തില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ബിന്നി അവിടെ ഷോ കാണിക്കാൻ പോകേണ്ടായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് വരും. അതിനകത്ത് ഒരാളുടെയും പക്ഷം പറയാൻ പറ്റാത്തൊരു കോൺഫ്ലിക്റ്റ് വരും. പക്ഷെ ഷാനവാസിനും അനീഷിനും അത് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിന്നിയുടെ ഭാഗത്ത് നിൽക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഷാനവാസിനെ പോലെ ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരു സ്ത്രീ വിരുദ്ധനെ പോലെയാണ് ഷാനവാസ് ബിഹേവ് ചെയ്യുന്നത്. അത് ബിന്നി ആയിക്കോട്ടെ, ഏത് നേരവും അനുമോളുടെ കേസ് എടുത്തിട്ട് അനുമോള് എന്താ ഒരു നന്ദിയില്ലാത്തവളാണ്, ഞാൻ പെങ്ങളെ പോലെ കണ്ടു, ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ പെങ്ങള് അനുമോളായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അനുമോളുടെ കേസ് കഴിഞ്ഞതോടുകൂടി മറ്റേ ആദിലയുടെയും നൂറയുടെയും വല്യാങ്ങളെയായിട്ട് കുറച്ച് നാൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ അടുത്ത് ഇതേ കാര്യത്തിൽ അക്ബറിനെ ഇട്ട് ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് അക്ബറാണ് ഇവിടെ കണ്ണിച്ചോരയില്ലാത്തവൻ, മനസാക്ഷിയില്ലാത്തവൻ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ മനസാക്ഷി ഉള്ളത് അക്ബറിന് മാത്രമാണ്. അക്ബറിനേ ഉള്ളൂ ഇപ്പൊ മനസാക്ഷി. അന്നത്തെ ഗ്രൂപ്പിസൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അക്ബർ ഇപ്പൊ ഒറ്റയ്ക്കായപ്പോഴത്തേക്ക് അക്ബറിന് ഇപ്പൊ ആരുമില്ല. അക്ബറിന് ഇപ്പൊ ആകെയുള്ളൊരു സമാധാനം ആര്യനാണ്. ആ ആര്യനുമായിട്ട് കൂടുതൽ മിണ്ടിയും പറഞ്ഞും പിന്നെ അതുപോലെ നെവിൻ ഇടയ്ക്ക് കയറി തമാശ പറയുമ്പം അതും കൂടെ കേട്ട് ആസ്വദിച്ചൊക്കെ അക്ബർ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിയും മുട്ടിയും പൊക്കോണ്ടിരിക്കുകയാണ്. ഷാനവാസിന്റെ അത്ര വിഷം അത് അക്ബറിന്റെ തലയിൽ ഇല്ല. അപ്പോൾ ഏതായാലും ശരി, ബിന്നി ഒരു ഡോക്ടർ മാത്രമാണ്, അല്ലാതെ ബിന്നി ഒരു മജീഷ്യനോ ദൈവമോ ഒന്നുമല്ല എല്ലാവരുടെയും അസുഖം അറിയാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ പേരും എന്തായാലും കുറ്റം പറഞ്ഞത് ഷാനവാസിന് തന്നെയാണ്. സോ ഷാനവാസിന്റെ ആ ഒരു ഫാമിലി വീക്കിന് ശേഷം, എനിക്ക് തോന്നുന്നു ഫാമിലി വീക്കിന് ശേഷമാണ് ഇത്രയും നെഗറ്റീവ് ആയത്. അപ്പോൾ ഏതായാലും ശരി, ഷാനവാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പോരട്ടെ. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.